ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ LDC LGS 2024 ഈ എക്സാമിനുള്ള നമ്മുടെ പരമ്പരയാണ്. ഇതിൽ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളമുണ്ട്, മാത്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. മുൻകാല ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എല്ലാ വിഷയങ്ങളിലൂടെയും നമ്മൾ കടന്നു പോവുകയാണ്. ഓക്കെ, അപ്പോൾ സ്ഥിരമായിട്ട് കാണുക. ഇതിൽ നിന്നുള്ള എക്സാമുകൾ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. അത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാവും നടക്കുക. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി LGS എക്സാം മെയിൻ എക്സാം കഴിഞ്ഞതിൻ്റേതാണ്. ഇത് കഴിഞ്ഞാൽ നമുക്ക് LDC മെയിൻ എക്സാമിൻ്റെ ചെയ്യാം. ഇപ്പം ഭരണഘടന LDC LGS മെയിൻ എക്സാമുകളുടെ മാത്രമല്ല, ഡിഗ്രി ലെവൽ, +2 ലെവലൊക്കെ നടന്ന വിവിധ എക്സാമുകളിൽ ഇതിൻ്റെ സിലബസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ ചെയ്തു പോകും. ഇപ്പം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇതാണ് ചോദ്യം. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഭരണഘടനാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് PSCക്ക് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഭരണഘടനാ രൂപീകരണവും ആദ്യ പൊതു തെരഞ്ഞെടുപ്പും. ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപീകരണത്തിന് അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഒരു പ്രസ്താവന ടൈപ്പ് ചോദ്യം അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപീകരണത്തിന് അടിത്തറയായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയും. വേണമെങ്കിൽ അത് പറയാം, നമ്മൾ തെറ്റിദ്ധരിച്ചു പോവും. വേണമെങ്കിൽ മറ്റൊന്ന് പറയാം, എന്താ പറയുക, പൊതു തെരഞ്ഞെടുപ്പ്. അപ്പോൾ പക്ഷേ ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപീകരണത്തിന് അടിത്തറയായത് ഏതാണ്? അത് ഇന്ത്യയുടെ ഭരണഘടനയാണ്, ഇന്ത്യൻ ഭരണഘടനയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുന്നുണ്ട്. ആ ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുന്നത് ഏത് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ്. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷനായി ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുന്നത്. 1946 ഇതിന് വിവിധ ഉപകമ്മിറ്റികളുണ്ടായിരുന്നു. ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള കമ്മിറ്റി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു BR അംബേദ്കർ. ഇതാണ് ആ ചോദ്യം വന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നിരവധി ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയുമാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ആശയാഭിലാഷങ്ങളുടെ പ്രതിഫലനമായിരുന്നു ഇന്ത്യയുടെ ഭരണഘടന. എന്നാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്? അത് ചോദ്യം വരാറുണ്ട്. 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത്. 1950 ജനുവരി 26. ഇപ്പം ഇന്ത്യയുടെ എന്തിന് അടിത്തറയായത്? ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപീകരണത്തിന് അടിത്തറയായത് ഇന്ത്യൻ ഭരണഘടനയാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപവൽക്കരിക്കുന്നത്. 1946 ഇത് രൂപവൽക്കരിക്കുന്നത്. അതിൻ്റെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. BR അംബേദ്കർ ഇതിന് ഭരണഘടന എഴുതി തയ്യാറാക്കാനായി, ഒരു കരട് രൂപം തയ്യാറാക്കാനായിട്ട് BR അംബേദ്കറെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കുന്നു. അങ്ങനെ നമ്മുടെ ഭരണഘടന ഇതെല്ലാം കഴിഞ്ഞ് നിലവിൽ വരുന്നു. എന്നാണ് നിലവിൽ വരുന്നത്? 1950 ജനുവരി 26 റിപ്പബ്ലിക് ഡേ. ആ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അതോടുകൂടി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്നീട് പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. നമുക്കറിയാം, വിഭജനത്തിൻ്റെ പ്രശ്നമുണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ, അല്ലേ? വിഭജനം, അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളൊക്കെ പോകുന്നത്. മറ്റ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയോട് യോജിപ്പിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ആ ചോദ്യം വരുമ്പോൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്താണ്. പക്ഷേ മറ്റൊന്ന് ജനാധിപത്യ വ്യവസ്ഥയുടെ രൂപീകരണമായിരുന്നു. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലയളവിലാണ്. 1951-52 കാലയളവിലാണ് ഇന്ത്യയിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത്. ആ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1950 ജനുവരി 26 51-52 കാലയളവിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായി നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു. ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒട്ടുമിക്ക രാജ്യങ്ങളും ജനാധിപത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴും ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥ ഇന്നും ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പം ഇനി ഭരണഘടനാ രൂപീകരണത്തിൽ നമുക്കൊന്ന് പോവാം. ഭരണഘടനാ രൂപീകരണത്തിലേക്ക് ഇന്ത്യൻ
ഭരണഘടന തയ്യാറാക്കുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് എം.എൻ. റോയിയാണ്. ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആദ്യത്തെ ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ എം.എൻ. റോയിയാണ്. ഇത് മുന്നോട്ട് വെച്ച ഈ ആശയം, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. എം.എൻ. റോയിയാണ് പീപ്പിൾസ് പ്ലാൻ, ജനകീയ പ്ലാൻ അവതരിപ്പിക്കുന്നത്. അതായത് ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ് എങ്ങനെ ഫങ്ഷൻ ചെയ്യണം, എന്താണ് അതിൻ്റെ ലക്ഷ്യങ്ങൾ, നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിന് 3 പദ്ധതികൾ. ഒന്ന് ബോംബെ പ്ലാൻ, വ്യവസായികൾ ചേർന്ന്. മറ്റൊന്ന് ഗാന്ധിയൻ പ്ലാൻ, നാരായൺ അഗർവാളൊക്കെ ചേർന്ന്. മറ്റൊന്നായിരുന്നു പീപ്പിൾസ് പ്ലാൻ, ജനകീയ പദ്ധതി, അത് എം.എൻ. റോയിയാണ്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നത് എം.എൻ. റോയിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടി അതാരാ? സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് അംഗീകരിക്കുന്നത്. അത് ബോംബെ സമ്മേളനമാണ്. 1934 ബോംബെ സമ്മേളനമാണ്. അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ആ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് മാറുന്നത്. കണക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഓർത്തു വയ്ക്കാൻ പറ്റും. രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ ബലപ്പെട്ട് നിന്നില്ലേ? ആ 2 പിരിച്ചു. ഏതാ? 1934 ബോംബെ സമ്മേളനം. ആ ബോംബെ സമ്മേളനത്തിലാണ് കോൺഗ്രസ് ആദ്യമായി ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന് ആശയം ഔദ്യോഗികമായി ചർച്ച ചെയ്യുന്നത്. അന്നത്തെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അദ്ദേഹം തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിട്ട് മാറുന്നത്. എന്നാൽ വീണ്ടും കഴിഞ്ഞു, ഇത് പാസ്സാക്കിയെടുക്കുക, അത് ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ. ഏത് കോൺഗ്രസ് സമ്മേളനമാണ് ഇത് നടന്നത്? പാസ്സാക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഫൈസ്പൂർ സമ്മേളനമാണ്. ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം പ്രമേയമായി പാസ്സാക്കപ്പെട്ട സമ്മേളനം 34 ബോംബെ സമ്മേളനത്തിൽ ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ. 37 വാദമുണ്ട് ഫൈസ്പൂർ സമ്മേളനം. ആ ഫൈസ്പൂർ സമ്മേളനം അത് 1936 ഫൈസ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. ആ ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. 1934 ബോംബെ സമ്മേളനം, അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1936 ഡിസംബറിൽ അല്ലെങ്കിൽ 37 രണ്ടും വാദമുണ്ട്. അതിൽ ഫൈസ്പൂർ സമ്മേളനം, അതിലാണ് ഈ പ്രമേയം പാസ്സാക്കപ്പെട്ടത്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം നമുക്കറിയാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാകുന്നത്. 1946 ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 നവംബറിലാണ്. 1946 നവംബർ മാസത്തിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. 1946 നവംബർ. 1936 ഡിസംബറിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇത് പ്രമേയമായിട്ട് അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ 1937 ആദ്യത്തിൽ. രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങളുണ്ട് വിചാരിച്ചിട്ടാ? 389 അംഗങ്ങളുണ്ട്. 389 അംഗങ്ങളുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയിൽ. എങ്ങനെ ഓർത്തു വയ്ക്കും? 3 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭയല്ലേ? ആ ഭരണഘടനാ നിർമ്മാണ സഭയാണല്ലോ നമ്മുടെ എന്തിനെ അംഗീകരിച്ചിട്ടുള്ളത്? ദേശീയ പതാകയെ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഭരണഘടനാ നിർമ്മാണ സഭ നോക്കൂ, ദേശീയ പതാക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാ? അവിടെ ഒരു 8 ഉണ്ടല്ലോ. എന്താ 8ന്റെ പ്രത്യേകത? എന്താ 9ന്റെ പ്രത്യേകത? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ നമ്മുടെ ദേശീയ പതാകയിൽ നമുക്കറിയാം അതിൻ്റെ നടുവിൽ എന്ത് ഉണ്ട്? 24 ആരക്കാലുകളുള്ള അശോക ചക്രമുണ്ട്. അതാ അശോക ചക്രം. ആ അശോക ചക്രമാണ് അവിടെ കാണിക്കുന്നത് വിചാരിക്കുക, 2 പൂജ്യങ്ങളായിട്ട്. ഓക്കെ, എന്നിട്ടോ പിന്നെ 9 എന്താ?
ആ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ആലോചിക്കൂ. അവിടുത്തെ 9 എന്താണ്? 9 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം 1946 നവംബറിലാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത്. ആ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുമ്പോൾ നമുക്കറിയാം അത് അവസാന ഘട്ടമാണ്. ഭരണഘടനാ നിർമ്മാണത്തിനുള്ള അവസാന ഘട്ടമാണ്. 10 എടുത്താൽ അവസാന ഘട്ടം 9, അങ്ങനെ 389 ഓർത്തു വയ്ക്കാം. ഇതിൽ എത്ര പേർ വനിതകളായിരുന്നു? 17 പേര് വനിതകളായിരുന്നു. 17 പേര് വനിതകളായിരുന്നു. എങ്ങനെയാ ഓർത്തു വയ്ക്കുക? ഈ 17 എങ്ങനെയാ ഓർത്തു വയ്ക്കുക? 17 എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കുക. അങ്ങനെ സ്ത്രീയാണ്, ഒരു വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുന്ന സ്ത്രീ. അതിന് എന്തുണ്ട്? ആ സ്ത്രീ കണ്ടല്ലോ, അതിൻ്റെ സാരിയാണിത്. ഇതാണ് ആ സാരി, ഒരു വടിയും കുത്തിപ്പിടിച്ച് നിൽക്കുന്ന സ്ത്രീ. 17. അല്ലെങ്കിൽ സ്ത്രീകളിൽ പറയുക സ്വീറ്റ് 17 എന്നല്ലേ, അങ്ങനെ ആലോചിച്ചാലും മതി. 17 പേർ വനിതകളായിരുന്നു, സ്വീറ്റ് ആയിട്ടുള്ള 17 വനിതകൾ. ആ 389 പിന്നീട് വിഭജന ശേഷം പാകിസ്ഥാൻ പ്രദേശത്തുൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ 299 മാറുകയാണ്. അംഗസംഖ്യ 299 മാറുകയാണ്. പിന്നീട് അംഗസംഖ്യ 389 എന്നുള്ളത് 300-ന് 1 കുറവ്. വനിതകളുടെ എണ്ണം 15 മാറുകയാണ്. അപ്പം 389 പിന്നീട് അത് 299 പാകിസ്ഥാൻ പിരിഞ്ഞു പോകുന്നതോടുകൂടി ആ 389 299 300-ന് 1 കുറവ് 17 15. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവർ എത്ര പേരായിരുന്നു? 93 പേരായിരുന്നു. അത് പിന്നീട് 70. ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 292 ഉത്തരസൂചിക പ്രകാരം. എന്നാൽ ഇത് ശരിയായ ഉത്തരം 296. പക്ഷെ ഉത്തരസൂചികയിൽ 292. അപ്പോൾ 296 വന്നാൽ 296 മാർക്ക് ചെയ്യുക. 296 വന്നിട്ടില്ല, 292 ഉള്ളൂ വെച്ചാൽ 292 മാർക്ക് ചെയ്യുക. കാരണം ബ്രിട്ടീഷ് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 292 ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് 4 ഉണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. നമുക്കറിയാം 389 അംഗങ്ങളാണ്. അവിടെയുണ്ട് 9, ഇവിടെയുണ്ട് 9. കണ്ട, 1946 ഡിസംബർ 9-നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്തവർ എത്ര പേരാ? 201 പേരാ. ഒക്കെ ഓർത്തു വയ്ക്കാൻ പറ്റാവുന്ന എണ്ണ 201 പേര്. ഒരു ശുഭകാര്യമല്ലേ? 101 201 ആയിട്ട് പോയി എന്ന് പറഞ്ഞാൽ 201 പേര്. എത്ര വനിതകൾ? 9 വനിതകൾ. 17 വനിതകളിൽ 9 വനിതകളും എടുത്തു. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളായിരുന്നു സമ്മേളന വേദി. ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് 1946 ഡിസംബർ 9-ന് തുടങ്ങി ഡിസംബർ 23 വരെയായിരുന്നു സമ്മേളനം. സമ്മേളനത്തെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു JB കൃപലാനി ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായിട്ട് അഭിസംബോധന ചെയ്തതും JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് BN റാവു ആണ്. BN റാവു. നിയമോപദേശകൻ ആരായിരുന്നു? BN റാവു ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ HC മുഖർജിയും VT കൃഷ്ണമാചാരിയുമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ നമ്മൾ രാജേന്ദ്ര പ്രസാദാണെന്ന് പറഞ്ഞു. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സഭ 1946 ഡിസംബർ 9-ന് സംവദിക്കുമ്പോൾ അതിൻ്റെ പ്രഥമ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അദ്ദേഹം താൽക്കാലിക അധ്യക്ഷനായിരുന്നു 1946 ഡിസംബർ 9-ലെ സച്ചിദാനന്ദ സിൻഹ. പക്ഷേ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ആ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുക്കുന്നത് 11-ാം തീയതിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ പിന്നീട് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറുന്നുണ്ട്. അത് 1947 ആഗസ്റ്റ് 14-ന് അർദ്ധരാത്രിയാണ്. ഓർമ്മിക്കാമല്ലോ, ഇന്ത്യ സ്വതന്ത്രമാകാൻ പോവുകയാണ്. അതോടുകൂടി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായിട്ട് മാറുകയാണ്. 1947 ആഗസ്റ്റ് 14-ന് അർദ്ധരാത്രിയാണത്. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17-നാണ്. അന്നാണ് GV മാവലങ്കാറിനെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്.
പാകിസ്ഥാൻ വിട്ടുപോയതിന് ശേഷം 389 അംഗങ്ങൾ പിന്നീട് 299 അംഗങ്ങളായി കുറഞ്ഞു. പക്ഷേ 284 അംഗങ്ങൾ മാത്രമാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരയിൻ റൈസത്ത്. പ്രേം ബിഹാരി നരയിൻ റൈസത്ത് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി. പണ്ട് കത്ത് കയ്യെഴുത്തിലൂടെ ലവ് ലെറ്റർ കൊടുക്കുകയെന്ന് വിചാരിച്ചാൽ മതി, പ്രേമം മൂത്തിട്ട്. അതുപോലെ അയാളെ തന്നെ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയല്ല കേട്ടോ. ഭരണഘടനയുടെ നക്കൽ തയ്യാറാക്കിയത് BN റാവു ആണ്. ഭരണഘടനയുടെ കവർ പേജ് ആൻഡ് ലോ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കവർ പേജ് ആൻഡ് ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ? അതൊരു ലിഖിത ഭരണഘടനയാണ്, എഴുതപ്പെട്ട ഭരണഘടനയാണ്. ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. ലിഖിത ഭരണഘടനയാണ്. അതിനൊരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയുണ്ട്. പാർലമെന്ററി ഭരണ സമ്പ്രദായമുണ്ട്. അതിൽ മൗലിക അവകാശങ്ങളുണ്ട്, മൗലിക കർത്തവ്യങ്ങളുണ്ട്, നിർദ്ദേശക തത്വങ്ങളുണ്ട്, സംയുക്ത ഭരണവ്യവസ്ഥ, നിയമവാഴ്ച, ഏകപൗരത്വം. ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. ലിഖിത ഭരണഘടനയാണ്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പാർലമെന്ററി ഭരണവ്യവസ്ഥയാണ്, മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളുണ്ട്. അവകാശങ്ങളുണ്ട്, കർത്തവ്യങ്ങളുണ്ട്. ഇത് കൂടാതെ നിർദ്ദേശക തത്വങ്ങളുണ്ട്. സംയുക്ത ഭരണവ്യവസ്ഥയാണ്, നിയമവാഴ്ചയുണ്ട്, ഏകപൗരത്വമുണ്ട്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനം അറിയപ്പെടുന്നത് പാർലമെന്ററി ഭരണ സംവിധാനമാണ്. ഇന്ത്യയിലെ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന ഭരണ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ പാർലമെന്ററി ജനാധിപത്യമാണ്. പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്നു. പാർലമെന്റിന്റെ ചുമതല എന്താ? നിയമനിർമ്മാണം. ഇന്ത്യയിൽ നിലവിലുള്ള ഭരണരീതി എന്താണ്? കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ട്, സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട്, പ്രാദേശിക ഗവൺമെന്റുകളുണ്ട്. ഇവർ അധികാരം വിഭജിച്ച് നൽകപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കേന്ദ്ര, സംസ്ഥാന, പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണരീതി അറിയപ്പെടുന്നത് സംയുക്ത ഭരണ വ്യവസ്ഥ എന്നുള്ളതാണ്. അതറിയപ്പെടുന്നതാണ് സംയുക്ത ഭരണ വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുന്നത് 1949 നവംബർ 26-നാണ്. 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വരുന്നത്. പക്ഷേ അതിനും 2 മാസം മുമ്പ് 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26-നെയാണ്. അന്ന് തന്നെയാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറുന്നത്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ട ആ ദിനമായ നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമാണ്. എന്നാൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം, ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന ജനുവരി 26 അന്നു മുതലാണ് ഇന്ത്യ റിപ്പബ്ലിക്കായിട്ട് മാറുന്നത്. എന്താണ് ഈ ജനുവരി 26? ഇതിൻ്റെ ഒരു പ്രത്യേകത, 1929 ലാഹോറിൽ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. ആ ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ്, ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ആ ലാഹോർ കോൺഗ്രസ് സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് തീരുമാനമെടുക്കുന്നത്. അന്നു മുതൽ 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഭരണഘടന തയ്യാറെടുക്കാനെടുത്ത സമയം എത്രയാ? 2 വർഷമെടുത്തു, 11 മാസമെടുത്തു, 18 ദിവസമെടുത്തു. കഷ്ടിച്ച് 3 വർഷം എന്നോർത്ത് വയ്ക്കുക, ഓർക്കാൻ എളുപ്പമാണ്. കഷ്ടിച്ച് 3 വർഷം എന്നെടുക്കുക. എന്നാൽ 3 വർഷമുണ്ടോ? ഇല്ല, കുറച്ച് ദിവസം കുറവ്. ഡിസംബറിൽ 31 ദിവസമല്ലേ? 13 ദിവസം കുറവ്. നമുക്ക് 3-ന് 13 കുറവ്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇന്ത്യൻ ഭരണഘടന അപ്പോൾ നമുക്ക് കിട്ടും 2 വർഷമാണ്, 11 മാസമാണ്, 18 ദിവസമാണ് എന്നുള്ളത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു? ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ 395 അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. 395 അനുച്ഛേദങ്ങൾ. 395 അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു. 395 ആകെ നമുക്കറിയാം, ആദ്യത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അല്ലേ? അതിനോടൊരു 6 കൂട്ടിയാൽ 395. 395 അനുച്ഛേദങ്ങളാണ്. ഇപ്പം 448 ഓർത്തു വയ്ക്കാൻ പറ്റുന്ന നമ്പറാണ്. 448. 8 പട്ടിക ഉണ്ടായിരുന്നു, അത് 12 പട്ടികയായി മാറി.
22 ഭാഗമുള്ളത് നിലവിൽ 25 ഭാഗങ്ങളായി മാറി. അപ്പോൾ 395 ഇപ്പം 448 448. 8 പട്ടിക ഉണ്ടായിരുന്നത് 8ന്റെ പകുതി ഈ 8 4 കൂടിയ 12 മാറി. 22 ഭാഗം ഉണ്ടായിരുന്നത് 25 ഭാഗങ്ങളായിട്ട് മാറി. എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റിൽ നിലനിർത്തുന്ന ഭരണ സംവിധാനം അറിയപ്പെടുന്നത് യൂണിറ്ററി സിസ്റ്റം, ഏകായത്ത ഭരണ സംവിധാനം എന്നാണ്. പക്ഷെ നമ്മുടെ സംയുക്ത ഭരണ വ്യവസ്ഥയാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. ഇപ്പോൾ ബ്രിട്ടൻ റിപ്പബ്ലിക് അല്ല, അവിടെ ചക്രവർത്തിനിയാണല്ലോ. അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയല്ലല്ലോ അതിൻ്റെ രാഷ്ട്രത്തലവൻ. തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ, ഓരോ കമ്മിറ്റിയും ഇമ്പോർട്ടൻ്റ് ആണ്. ആരൊക്കെയാണെന്ന് പഠിച്ചിരിക്കണം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംബേദ്കറാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരാണ്? അംബേദ്കർ. അത് എളുപ്പമാണ്, അതിൻ്റെ ചെയർമാൻ. മൗലികാവകാശവും ന്യൂനപക്ഷവും സർദാർ പട്ടേലാണ്. മൗലികാവകാശം, മൗലികമായ അവകാശം സർദാർ പട്ടേലാണ്. എങ്ങനെയാ ഓർത്തു വയ്ക്കുക? മൗലികാവകാശം, ന്യൂനപക്ഷം സർദാർ പട്ടേലാണ്. അപ്പോൾ സർദാർ എന്ന് പറഞ്ഞാൽ പട്ടേൽ എന്ന് പറഞ്ഞാൽ സർദാർജി ഒന്നും ആയിരുന്നില്ല. പക്ഷെ സർദാർജീനെ ഓർക്കുക സർദാർ പട്ടേൽ വരുമ്പോൾ. ആ സർദാർജിമാർ ഇന്ത്യയിൽ സിഖുകാരാണ്, ന്യൂനപക്ഷമാണ്. അപ്പം അങ്ങനെ ഓർക്കാം, സർദാർ പട്ടേൽ. ആ ന്യൂനപക്ഷത്തിന് എന്തുണ്ട്? പ്രത്യേക അവകാശങ്ങളുണ്ട് അല്ലേ? ഇവിടെ മൗലികാവകാശം കൂടിയും വരുന്നുണ്ട്. അതെന്താ മൗലികാവകാശം? മൗലികാവകാശങ്ങൾ പട്ടിൽ പൊതിഞ്ഞു നൽകി ഒരു പഞ്ചാബിയായ സർദാർജി, സർദാർ പട്ടേൽ. സർദാർ പട്ടേലും സർദാർജിയും തമ്മിലൊരു ബന്ധുവില്ല, കഥ ഉണ്ടാക്കുകയാണ്. മൗലികാവകാശങ്ങൾ എന്തിൽ പൊതിഞ്ഞു നൽകുകയാണ്? പട്ടിൽ പൊതിഞ്ഞു നൽകുകയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക്. ഈ മൗലികാവകാശവും ന്യൂനപക്ഷത്തിനും തന്നെ വീണ്ടും മൗലികാവകാശ സബ് കമ്മിറ്റി വേറുണ്ട്. അത് JB കൃപലാനിയാണ്. എന്താ മൗലികാവകാശം? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇത് കൃപയോടെ എന്ത് ചെയ്യുകയാണ്? നൽകുകയാണ്. കൃപയോടുകൂടി നൽകുകയാണ്. മൈനോറിറ്റി സബ് കമ്മിറ്റിയോ HC മുഖർജി, സർദാർജിയുടെ മുഖം, ആ മുഖത്തിൽ നിന്നാണ് മൈനോറിറ്റി സബ് കമ്മിറ്റി വരുന്നത്. സർദാർജിയുടെ ഹൃദയത്തിൽ നിന്ന് കൃപയെ കൊണ്ട് മൗലികാവകാശവും. മൊത്തം ആരാണ്? സർദാർ പട്ടേലാണ്. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ്. ബാക്കി 3 എണ്ണത്തിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി, അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ ദ നാഷണൽ ഫ്ലാഗ്, ഫിനാൻസ് ആൻഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒക്കെ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. അതുപോലെ ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി KM മുൻഷിയും ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യയുമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എണ്ണം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംബേദ്കറും മൗലികാവകാശവും ന്യൂനപക്ഷവും സർദാർ പട്ടേലുമാണ്. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 7 അംഗങ്ങൾ. അതിൻ്റെ ചെയർമാൻ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളെ ഓർത്തിരിക്കണം, പലതവണ PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് BR അംബേദ്കർ ആണ് ഒന്നുള്ളത്. KM മുൻഷി എന്ന് പറഞ്ഞാൽ മാഷല്ലേ, ഒരു മാഷുണ്ട്. മുഹമ്മദ് സാദുള്ള, അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമല്ലോ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഇങ്ങനെ കൂടുമ്പോൾ, സാധു നോക്കാൻ ഒരാളുണ്ട്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, ഹിന്ദുവും മുസ്ലിമും ഉണ്ട്, അള്ളായുമുണ്ട് കൃഷ്ണനുമുണ്ട്. N ഗോപാലസ്വാമി അയ്യങ്കാർ, അവർക്ക് എന്തുണ്ട്? ആ ഗോപാലസ്വാമി അയ്യങ്കാർ പശുവുണ്ട്, പാലൊക്കെ കുടിക്കണ്ടേ. DP ഗെയ്ത്താൻ ഫാൻ ഉണ്ട്. ഗെയ്ത്താൻ ഫാൻ കേട്ടില്ലേ? ഗെയ്ത്താൻ ഫാൻ ഉണ്ട്, ഇങ്ങനെ തിരിയണ ഫാൻ, ഇത് വേണമല്ലോ. BL മിത്തർ, അത്തറുണ്ട്. ഇതൊക്കെ ചേർന്നാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അപ്പോൾ ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംബേദ്കർ ആരെ ഒപ്പം ഇരുത്തിയിട്ടുണ്ട്? ഒരു മാഷ ഇരുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നോക്കാൻ, ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഒരു മുഹമ്മദിനെയും ഒരു സാദുള്ള ഭക്ഷണം തയ്യാറാക്കാൻ അവിടെ ഒരാളുണ്ട്. പാലുണ്ടാക്കാൻ ഗോപാലസ്വാമി ഉണ്ട്. ഗോപാലൻ എന്ന് പറഞ്ഞാൽ പശുവിനെ മേയ്ക്കുന്ന ആളാണ്. അല്ലായുമുണ്ട് കൃഷ്ണനുമുണ്ട്. അല്ലാടി കൃഷ്ണസ്വാമി അയ്യരുണ്ട്. അവർക്ക് ചൂടാവാതിരിക്കാൻ കെയ്ത്താൻ ഫാൻ ഉണ്ട്. എപ്പോൾ ഇങ്ങനെ വേർത്ത് കഴിഞ്ഞാലൊക്കെ ഇല്ലാതാക്കാൻ അവിടെയും ഇവിടെ കത്തറ് പൂശിയിട്ടുണ്ട്. പിന്നീട് ഗെയ്ത്താന് പകരമായി TT കൃഷ്ണവാചാരിയും മിത്തറിന് പകരമായി N മാധവറാവുവും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായി.
ഇപ്പോൾ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? BR അംബേദ്കർ ആണ്. ആണോ? അല്ല, ജവഹർലാൽ നെഹ്റു ആണ്. സോറി. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്നത് ഗോപാലസ്വാമി അംഗമാണ്, പാല് കൊടുക്കാൻ. KM മുൻഷി അംഗമാണ്, മാഷാണ്. N മാധവറാവു ആർക്ക് പകരം? മിത്തറിന് പകരം. പക്ഷെ ഗോപാൽ പ്രഭുവിനെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ഇങ്ങനെ 2-3 തവണ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓർത്തിരിക്കണം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. കേരള PSCയുടെ മുഴുവൻ കോഴ്സുകൾ, അതായത് 10th ലെവൽ എക്സാമിനായിട്ടുള്ള മുഴുവൻ സിലബസും 25 മൊഡ്യൂളുകളിലായിട്ട് നിങ്ങൾക്ക് തരും. അതിൽ ലൈവ് ക്ലാസ്സുകളുണ്ട്, റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. 1.5 വർഷമാണ് കാലാവധി. എന്തുകൊണ്ടാണ് 1.5 വർഷം എന്ന് പറയുന്നത്? ഒരു എക്സാം കിട്ടുന്നത് വരെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ എക്സാം ചാടിപ്പോയാലും വീണ്ടും എക്സാം വരുന്നുണ്ട്. ഈ എക്സാം കിട്ടില്ല എന്നുള്ളതല്ല, കൃത്യമായിട്ട് പഠിക്കുക. പക്ഷെ ടെൻഷൻ അടിച്ച് പഠിക്കണ്ട. ഇതന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് മനസ്സിലല്ലാതെ ടെൻഷൻ കയറിയാൽ ഏജ് അടുത്തുള്ള ഒരു കാര്യം, ബാക്കിയുള്ളവർ സാവധാനം പഠിക്കുക. അപ്പം മാർക്ക് കുറയും. ടെൻഷൻ കൂടിയാൽ പഠനം ശരിയാവില്ല. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക. 1.5 വർഷത്തേക്കുള്ള ഈ കോഴ്സിന് നിലവിൽ 2053 രൂപ മാത്രമാണ്. എൻ്റെ നമ്പറിലേക്ക് 8075963937 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ കോഴ്സിൻ്റെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.